ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2174. ഇന്ന് ഡിസംബർ മാസം 13-ാം തീയതി 347-ാമത്തെ ദിവസത്തിലെത്തി. നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അവനവൻ്റെ വിചാരത്തെയും വല്ലപ്പോഴുമെങ്കിലും അവനവനിലുണ്ടാകുന്ന വീണ്ടും വിചാരത്തെയും കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഇങ്ങനെയൊരു വചനം കിടപ്പുണ്ട്. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഒരപ്പൻ്റെ 2 മക്കളെക്കുറിച്ചുള്ള യേശുവിൻ്റെ കഥ പറച്ചിലായിരുന്നു. അത് കഥയല്ല എന്ന് അന്ന് കേട്ടവർക്കും ഇന്ന് ആത്മാർത്ഥതയിൽ തിരുവചനഭാവം എടുത്ത് വായിക്കുന്നവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഇത് തങ്ങൾ ഓരോരുത്തരുടെയും നമ്മൾ ഓരോരുത്തരുടെയും കഥ തന്നെയാണ്. മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് പോകാനായിട്ട് ഒരുവനോട് പറയുന്നു, പോകാമെന്ന് സമ്മതിക്കുകയും പോകാതിരിക്കുകയും മറ്റൊരുവൻ പോകത്തില്ല എന്ന് പറയുകയും അവന് പിന്നീട് ഒരു പശ്ചാത്താപം വന്ന് പോവുകയും ചെയ്യുന്ന ആ കഥ നമ്മൾ ഓരോരുത്തരുടെയുമാണ്. എനിക്ക് മനസ്സില്ല എന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിൽ ആരും പറഞ്ഞു പോയേക്കാം. എന്നാൽ പിന്നീട് വീണ്ടും വിചാരമുണ്ടാകുകയാണ് പ്രധാനം. ഞാൻ പോകാം എന്ന് വാക്ക് കൊടുത്തിട്ട് പാലിക്കാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്. ഒരു വിചാരത്തിനൊടുവിലാണ് അരുതാത്തത് പലതും സംഭവിച്ചു പോകുന്നത്. ഇളയവൻ വീട് വിട്ടിറങ്ങിയതും അവന്റെ മൂത്തവൻ പിണങ്ങി വെളിയിൽ നിന്നതും മറ്റൊരാൾ ഒറ്റുകൊടുത്തതും വീണ്ടും മറ്റൊരാൾ തള്ളിപ്പറഞ്ഞതുമൊക്കെ പെട്ടെന്ന് തോന്നിയ ചില വിചാരങ്ങളിൽ നിന്ന് തന്നെയാവണം. വിചാരങ്ങൾക്കുറവിടം അവനവന്റെ മനസ്സ് തന്നെയാണ്. ബുദ്ധിയിൽ പെട്ടെന്നുണ്ടാകുന്ന ചില കണക്കുകൂട്ടലുകളാവാം, ലാഭമുണ്ടാകുമെന്ന തോന്നലാവാം, നഷ്ടമുണ്ടായേക്കാമെന്ന ഭയമാകാം. വേഗത്തിൽ ഇങ്ങനെ ചില പ്രതികരണങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും ആ വഴി അവരെ തന്നെ നയിക്കുന്നതുമൊക്കെ വികാരങ്ങളാൽ പ്രേരിതമാണ് പലപ്പോഴും ഈ വിചാരങ്ങളെന്ന് നമ്മൾ ഓർക്കാറില്ല. അങ്ങനെ ഉണ്ടാകുന്ന വിചാരങ്ങളാൽ നയിക്കപ്പെടുന്ന തീരുമാനങ്ങളും തുടർന്നു വരുന്ന പ്രവൃത്തികളുമാണ് ഒരുവനെ ഒരുപക്ഷെ ഒടുക്കം പന്നിക്കൂട്ടിലോ മറ്റൊരുവനെ ഒരു മുഴം കയറിലോ ഒക്കെ കൊണ്ട് ചെന്നെത്തിക്കുക. വീണ്ടും വിചാരമുണ്ടാകാനായിട്ട് കുറച്ചുകൂടി വിവേകത്തെ കൂട്ടുപിടിച്ച് മതിയാവും. നമുക്കും കാര്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഒരു തിരുപ്പിറവിയുടെ ആനന്ദത്തിലേക്ക് നമ്മളും നടന്നെടുക്കുമ്പോൾ ആ പ്രകാശത്താൽ നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടി തിരിച്ചറിവും വെളിച്ചവും വിവേകവും വന്ന് വർദ്ധിച്ചു വീഴട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.